നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടന്ന പോലീസിൻ്റെ നരനായാട്ടും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാമല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CJPയുടെ നേതൃത്വത്തിലും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭാഷയിലാണ് BJPയും കേന്ദ്ര ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ചാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താം എന്നുള്ള BJPയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രാഹുൽ ഗാന്ധിയെ പോലെയൊരു നേതാവിനെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. ചോര വന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം കുഴിച്ചു മൂടുകയാണ്. മാത്രമല്ല, ധാരാളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 20ൽ കൂടുതൽ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ മുഴുവൻ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. ആ ആശങ്കയൊന്നും പരിഹരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചൊഴിയാൻ തയ്യാറല്ല. പിന്നെ പ്രതിപക്ഷത്തിന് പിന്നെ എന്താ സമരം ചെയ്യാതെ എന്താ മാർഗം? ഇത് കാര്യം സഭയെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല. എങ്ങനെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും? അതിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. അതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനെതിരായി രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ BJPയുടെയും കേന്ദ്ര ഗവൺമെൻറ്റെയും ഈ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണം. ഇത് ചർച്ച ചെയ്യണം. രാജ്യത്തെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശങ്കയാണ്. വിശ്വാസ്യതയില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എല്ലായിടത്തും ഇന്ന് രാത്രി തന്നെ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും ഒരു പ്രതിഷേധത്തിനും വില കൽപ്പിക്കാത്ത ഗവൺമെൻറ്റാണിത്. ഇവിടെ ഇത്രയും വലിയ ഒരു കുംഭകോണമാണ് നടന്നത്. നീറ്റ് പരീക്ഷ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും ആ മന്ത്രി രാജിവെക്കാൻ തയ്യാറല്ല, അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറല്ല, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചെറിച്ചു കൊണ്ടുപോകുന്നു. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ വലിച്ചെറിച്ചു കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കേൾക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഇതെന്ത് ജനാധിപത്യമാണ്? ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഭരണകക്ഷിക്ക് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ ഏതായാലും ശരി, ഇതിനെതിരെ രാജ്യത്ത് വലിയ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കർഷക പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഡൽഹിയിൽ, വലിയ തോതിൽ തന്നെ ബഹുജന പ്രക്ഷോഭം. അതിനുശേഷം ഇപ്പോൾ യുവജനങ്ങളും കൂടെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് എങ്ങനെയാണ്? ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു, ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രശ്നം. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ വിശ്വസിച്ച് നീറ്റ് പരീക്ഷ എഴുതിയിട്ട് അവർക്കുണ്ടായ അനുഭവം എന്താണ്? അപ്പോൾ പരീക്ഷയിലുണ്ടാകുന്ന വിശ്വാസ തകർച്ച, അതാണ് ജനങ്ങളെ തെരുവിൽ ഇറക്കാൻ നിർബന്ധിതമായത് എന്നതാണ് സത്യം. അല്ല, തീർച്ചയായും അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിനെ പോലും കേൾക്കാൻ തയ്യാറല്ല, ചർച്ച ചെയ്യാൻ തയ്യാറല്ല. എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും.